മൾട്ടിപ്പിൾ ആൻഡ് പാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 notebooks for Gobu and 2 for his sister Meenu together cost 100 rupees. What is the price of a notebook? ഗോപുവിന് ഒരു 3 നോട്ട്ബുക്കും അവൻ്റെ സിസ്റ്ററിന് ഒരു 2 നോട്ട്ബുക്ക് കൂടെ വാങ്ങിച്ചു. മൊത്തം എത്ര രൂപയായി? 100 രൂപയായി. അങ്ങനെയാണ് ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസാണ് ചോദിച്ചേക്കുന്നത്. 3 നോട്ട്ബുക്ക് 2 നോട്ട്, മൊത്തം എത്ര നോട്ട്ബുക്കാണ്? 5 നോട്ട്ബുക്ക്. 5 നോട്ട്ബുക്സ് വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായി? 100 രൂപ. അങ്ങനെയാണ് ഒരു ബുക്കിൻ്റെ പ്രൈസ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 5 ആണ്, 20 rupees. അടുത്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 3 times a number and 2 times the same number added together makes 100. ഒരു നമ്പറിൻ്റെ 3 മടങ്ങ് അതേ നമ്പറിൻ്റെ തന്നെ 2 മടങ്ങും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. 3x + 2x മൊത്തം എത്ര എക്സ് ആണ്? 5x. 5x ആണ് 100. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 100/5, 20. അടുത്ത ക്വസ്റ്റ്യൻ. 10 added to 3 times a number makes it 5 times the number. What is the number? ഒരു നമ്പറിൻ്റെ 3 times 3 മടങ്ങിൻ്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? 5 times the number. ആ നമ്പറിൻ്റെ 5 മടങ്ങാണ് കിട്ടുന്നത്. 3x + 10 എന്താണ്? = 5x ആണ്. ഈ 3x നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ സൈൻ്റെ അപ്പുറത്തുണ്ട്. എക്സ് ഉള്ള ടേമെല്ലാം നമ്മൾ ഒരിടത്ത് കൊണ്ടുവരിക. അന്നേരം 10 = 5x - 3x എന്ന് വരും. ഇവിടെ 3x എന്നൊരു പോസിറ്റീവ് നമ്പർ അല്ലേ, അതിനപ്പുറത്തുകൊണ്ട് എന്താവും? നെഗറ്റീവ്, -3x എന്നാവും. 5x ന്ന് 3x കുറച്ച് എന്ത് കിട്ടും? 2x. 2x ആണ് 10 എന്ന് പറയുന്നത്. ആരോ ഒരു എക്സ് എന്തായിരിക്കും? 10/2, 5. 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2ൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ദി സം ഓഫ് 2 times a number and 7 times the same number is 27. വാട്ട് ഈസ് ദി നമ്പർ? ഒരു നമ്പറിൻ്റെ 2 ടൈംസും 7 ടൈംസും കൂടെ ആഡ് ചെയ്യുക. അതായത് 2x-ഉം 7x-ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 27 കിട്ടി. 2x + 7x മൊത്തം എത്ര എക്സ് ഉണ്ട്? 9x. 9x ആണ് 27. അങ്ങനെയാണ് എക്സ് എന്തായിരിക്കും? 27/9. ആൻസർ എത്രയാണ്? 3. ഏതാണ് ആ നമ്പർ? 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 99 add to 12 times a number gives 21 times the number. What is the number? ഒരു നമ്പറിൻ്റെ 12 ടൈംസിൻ്റെ കൂടെ 99 ആഡ് ചെയ്തപ്പം കിട്ടുന്ന എന്താ? അതേ നമ്പറിൻ്റെ 21 ടൈംസ് ആണ്. അതേ നമ്പറിൻ്റെ 21 മടങ്ങാണ്. ഒരു നമ്പറിൻ്റെ 12 മടങ്ങിൻ്റെ കൂടെ 99 കൂട്ടുമ്പോൾ കിട്ടുന്ന എന്താ? ആ നമ്പറിൻ്റെ 21 മടങ്ങാണ്. അങ്ങനെയാണ് 99 = 21x - 12x എന്ന് എഴുതാമല്ലോ. 21x ന്ന് 12x കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9x എന്ന് കിട്ടും. അത് x = 99/9 എഴുതാം. എത്ര ആയിരിക്കും ആൻസർ? 11. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫുൾ ബോട്ടിൽ ഓഫ് വാട്ടർ ആൻഡ് എ ക്വാർട്ടർ ഓഫ് ഇറ്റ് മേക്സ് 1 liter. ഹൗ മച്ച് ഡസ് ദി ബോട്ടിൽ ഹോൾഡ്? നമ്മളെന്താ 1 ലിറ്റർ വെള്ളം അളന്നൊഴിക്കുക. ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പി നിറച്ച് വെള്ളം എടുക്കണം. 1 ലിറ്റർ ആവില്ല അന്നേരം. ഈ കുപ്പിയുടെ 1/4 ഭാഗവും കൂടെ എടുത്താലേ എന്താവത്തുള്ളൂ? 1 ലിറ്റർ ആവത്തുള്ളൂ. ആ ബോട്ടിൽ നിറച്ചും വെള്ളം എടുക്കണം. അതിൻ്റെ കൂടെ വീണ്ടും അതിൻ്റെ 1/4 ഭാഗം, ആ കുപ്പിയുടെ 1/4 ഭാഗവും കൂടെ വെള്ളം എടുത്താലേ 1 ലിറ്റർ ആകത്തുള്ളൂ. അങ്ങനെയാണ് ആ കുപ്പിയിൽ എത്ര വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്തെടുക്കും? ആ കുപ്പിയിൽ കൊള്ളാവുന്ന വെള്ളം x ലിറ്റർ ആണെന്ന് എടുക്കുക. അതിൽ ഒരു ഫുൾ ബോട്ടിൽ എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ കാണും? x ലിറ്റർ കാണില്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ക്വാർട്ടർ, അതായത് 4/1 ഭാഗം കൂടെ വീണ്ടും വെള്ളം എടുക്കുന്നുണ്ട്. അര 1/4x. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താവും? 1 ലിറ്റർ ആകും അല്ലേ? ഒരു കുപ്പി നിറച്ച് വെള്ളം എടുത്ത് വീണ്ടും എന്ത് ചെയ്യണം? അതിൻ്റെ 1/4 ഭാഗവും കൂടെ വെള്ളം എടുത്താൽ എന്താകത്തുള്ളൂ? 1 ലിറ്റർ ആകത്തുള്ളൂ. നമുക്ക് ആഡ് ചെയ്യാം. x + 1/4x ആണ് 1 ലിറ്റർ. എന്ത് കിട്ടും? x + x/4 = 1. 4x + x. 5x/4 ആണ് 1 അല്ലേ? അര x കിട്ടാൻ എന്ത് ചെയ്യണം? x = ഇവിടെ 4 ഡിവൈഡ് ചെയ്തേക്കുമല്ലേ, അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ, അപ്പുറത്ത് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 1 × 4 എന്താണ്? 4 ആണ് /5. എക്സ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ്? 4/5 ലിറ്റർ ആണ്.
ആ കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 4/5 ലിറ്റർ വെള്ളം കൊള്ളും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ ബക്കറ്റ് ഈസ് 1/3 ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു ബക്കറ്റിൽ 1/3 ഭാഗം വെള്ളമുണ്ട്. 1 more ലിറ്റർ ഓഫ് വാട്ടർ പോർഡ് ഇൻ ടു ഇറ്റ് മേക്സ് ഇറ്റ് ഹാഫ് ഫുൾ. 1 ലിറ്റർ വെള്ളം കൂടെ ആ ബക്കറ്റിലോട്ട് ഒഴിച്ചാൽ ഈ ബക്കറ്റ് എന്തായും? പകുതി നിറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹൗ മച്ച് വാട്ടർ ക്യാൻ ദി ബക്കറ്റ് ഹോൾഡ്? ആ ബക്കറ്റിന് എത്ര വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം ബക്കറ്റിൽ എത്ര ഉണ്ട്? 1/3, 1/3 ഭാഗം വാട്ടർ ഉണ്ട്. 1 ലിറ്ററും കൂടെ ഒഴിച്ചാൽ എന്താവും? ബക്കറ്റ് പകുതി ഫില്ലാകും. ബക്കറ്റിൻ്റെ കപ്പാസിറ്റി, ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? X ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ഞാൻ എടുത്തു. ഇപ്പോൾ എത്ര ഉണ്ട്? 1/3 അല്ല ഉള്ളൂ, 1/3 X ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂടെ 1 ലിറ്ററും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബക്കറ്റ് ഹാഫ് ഫില്ലാകും. അതായത് 1/2 X ആകും. മനസ്സിലായോ? 1/3 X ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അളവാണ് 1/3 X. 1/3 ഭാഗം എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അന്നേരം എക്സിൻ്റെ, അതിൽ കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ 1/3 ഭാഗം ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ കൂടെ 1 ലിറ്റർ കൂടെ കൂട്ടിയാൽ എന്താകും? പകുതി ഫില്ലാവത്തില്ലേ? അതായത് 1/2 X ആകും. എക്സ് ഉള്ള ടൈമല്ല നമ്മളൊരു സൈഡിൽ കൊണ്ടുപോകുന്നു. 1/2 X മൈനസ് 1/3 X, അതായത് X/2 മൈനസ് X/3 എന്ന് എഴുതാം. എന്ത് കിട്ടും? X/6 എന്ന് കിട്ടും. അത് 1 = X/6 ആണ്. അങ്ങനെയാണ് X എന്തായിരിക്കും? ഇവിടെ 6 ഡിവൈഡ് ചെയ്തേക്കില്ലേ, അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 6. ഒരു X എത്ര ആണ്? 6 ആണ്. ആ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 6 ലിറ്റർ വെള്ളം കൊള്ളും. എ ചൈൽഡ് ആസ്ക്ഡ് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഹൗ മെനി ആർ യു? ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു ബേർഡ്സിൻ്റെ കൂട്ടത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട്? അവരൊരു ബേർഡ് റിപ്ലൈ കൊടുത്ത് എന്താണ്? വി ആൻഡ് അസ് എഗെയിൻ വിത്ത് ഹാഫ് ഓഫ് അസ് ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് വിത്ത് 1 more വുഡ് മേക്ക് 100. എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. വി ആൻഡ് അസ് എഗെയിൻ, ഞാൻ എന്തെടുത്തു? ആ ബേർഡ്സിൻ്റെ എണ്ണത്തെ ഞാൻ എക്സ് എന്നെടുത്തു. എത്ര ബേർഡ്സ് ഉണ്ട്? എക്സ് നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ട്. വി ആൻഡ് അസ് എഗെയിൻ, ഞങ്ങളും ഞങ്ങളോളവും എന്ന് വെച്ചാൽ 2 times എടുത്തേക്കുക. ഇപ്പം ഞങ്ങൾ എക്സ് പേരില്ലേ, ഞങ്ങളുടെ അത്രയും പേരൂടെ എന്ന് പറയുമ്പോൾ എത്ര? 1 X കൂടെ കൂട്ടണം. എത്രയാണ്? 2X. വിത്ത് ഹാഫ് ഓഫ് അസ്, ഞങ്ങളുടെ പകുതി. ഞങ്ങൾ എത്ര പേരുണ്ട്? എക്സ്. അത് ഞങ്ങളുടെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? X/2. ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ്, ഈ X/2ൻ്റെ ഹാഫ് വീണ്ടും എടുക്കുക. എന്തായിരിക്കും? X/4. വിത്ത് 1 more, എന്തുകൂടെ ആഡ് ചെയ്യണം? 1 കൂടെ ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. ഞങ്ങളും ഞങ്ങളോളവും എന്താണ്? 2X പ്ലസ് ഹാഫ് ഓഫ് എക്സ് അല്ലേ? X/2 പ്ലസ് ഹാഫ് ഓഫ് ദാറ്റ് X/2ൻ്റെ പകുതി X/4 പ്ലസ് 1 എന്ത് കിട്ടും? 100 കിട്ടും. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? സോൾവ് ചെയ്താൽ 5X/2 പ്ലസ് X/4 പ്ലസ് 1 = 100 എന്ന് വരും. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്ത് ഇവിടെ × 2, ഇവിടെ × 2. അന്നേരം 10X/4 പ്ലസ് X/4 പ്ലസ് 1 = 100. നിങ്ങളിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. 11X/4 പ്ലസ് 1 = 100 എന്ന് വന്നു. അങ്ങനെയാണ് 11X/4 എന്തായിരിക്കും? ഈ 1 അപ്പുറത്തുകൊണ്ട് മൈനസ് ചെയ്തുകൂടെ? 100 - 1 എന്താണ്? 99 ആണ്. അതെ, എക്സ് എന്തായിരിക്കും? X = ഇവിടെ 4 ഡിവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമ്മൾ അപ്പുറത്തുകൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 11 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് അപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും. 99ഉം 11ഉം നമുക്ക് ഡിവൈഡ് ചെയ്തുകൂടെ? എത്ര കിട്ടും? 9 കിട്ടില്ലേ? 9 × 4 എന്താണ്? 36. എത്ര ബേർഡ്സ് ഉണ്ട് അതിൽ? 36 ബേർഡ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ, എ തേർഡ് ഓഫ് എ പീസ് ഓഫ് റോപ്പ് കട്ട് അവേ ലീവ്സ് 10 meters. ഒരു റോപ്പിൻ്റെ 1/3 ഭാഗം കട്ട് ചെയ്ത് മാറ്റി. റിമൈനിങ് എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ട്? 10 meter ഉണ്ട്. 1/3 ഭാഗം കട്ട് ചെയ്ത് മാറ്റിയപ്പം ബാക്കി എത്ര ഉണ്ട്? 10 meter ഉണ്ട്. അങ്ങനെയാണ് ഒറിജിനൽ റോപ്പിൻ്റെ ലെങ്ത്താണ് ചോദിച്ചേക്കുന്നത്. ഒറിജിനൽ റോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ എക്സ് എന്നെടുത്തു. 1/3 ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ബാക്കി എത്ര ഭാഗമുണ്ട്? ഒരു ഭാഗമല്ല കട്ട് ചെയ്തോളൂ, ബാക്കി 2 ഭാഗം ഇല്ലേ? 2/3 റിമൈനിങ് ആണ്. 2/3 X ആണ് 10.
അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും? 10 × 3/2 അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 ഡിവൈഡ് ചെയ്തു, 15. അത് ഒറിജിനൽ റോപ്പിൻ്റെ ലെങ്ത് എന്താണ്? 15 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാഫ് ദി മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് എ തേർഡ് ഓഫ് ദി റിമൈനിങ് വാസ് യൂസ്ഡ് അപ്പ് ആൻഡ് നൗ ദർ ഈസ് 5 liters റിമൈനിങ്. ഹൗ മെനി ലിറ്റേഴ്സ് ഡിഡ് ഇറ്റ് ഒറിജിനലി കണ്ടേ? ഒരു ക്യാനിൽ മിൽക്ക്, ഒരു ക്യാൻ നിറച്ച് മിൽക്ക് ഉണ്ടായിരുന്നു. ഞാൻ ലിറ്റർ മിൽക്ക്, ഒരു ക്യാനിൽ ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു എന്ന് എടുത്തു. അതിൽ പകുതി യൂസ് ചെയ്തു. പകുതി യൂസ് ചെയ്താൽ ബാക്കി റിമൈനിങ് എത്ര ഉണ്ട്? പകുതി ഇല്ലേ? അതായത് x/2 റിമൈനിങ് അല്ലേ? x/2 റിമൈനിങ് ആണ്. ഈ റിമൈനിങ്ങിൽ നിന്ന് 1/3 വീണ്ടും യൂസ് ചെയ്തു. എന്താണ്? ഒരു മിൽക്ക് ക്യാനിലെ പകുതി എന്ത് ചെയ്തു? ആദ്യം യൂസ് ചെയ്തു. പകുതി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി റിമൈനിങ്ങിൽ നിന്ന് വീണ്ടും തേർഡ് എന്ന് വെച്ചാൽ 1/3 വീണ്ടും യൂസ് ചെയ്തു. അതിൽ പകുതി യൂസ് ചെയ്താൽ ബാക്കി പകുതി റിമൈനിങ് അല്ലേ? ഈ പകുതിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? 1/3 യൂസ് ചെയ്തു. ബാക്കി എത്ര റിമൈനിങ്? 5 ലിറ്റർ റിമൈനിങ് ആണ്. ഈ x/2ൻ്റെ 1/3 അവർ യൂസ് ചെയ്തു. ബാക്കി എന്തുണ്ട്? 2/3 അല്ലേ റിമൈനിങ്? അല്ല, നമുക്ക് എന്തെഴുതാം? x/2ൻ്റെ 2/3 റിമൈനിങ് പാർട്ടല്ലേ? x/2ൻ്റെ 2/3 പാർട്ടാണ് 5 ലിറ്റർ. അങ്ങനെ ആണെങ്കിൽ എക്സ് എത്ര എന്ന് വെച്ചാൽ ആ ക്യാനിൽ മൊത്തം എത്ര മിൽക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ 2 × 2 നമുക്ക് വെട്ടിക്കളയാലോ. x/3 ആണ് 5. അങ്ങനെയാണ് എക്സ് എന്തായിരിക്കും? 5 × 3 15 ലിറ്റേഴ്സ് ആയിരിക്കും. ആ ക്യാനിൽ എത്ര മിൽക്ക് ഉണ്ടായിരുന്നു? 15 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു.